ഹായ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ, അതായത് BGC 114 തേർഡ് ബ്ലോക്ക് ആയിട്ടുള്ള പോയം സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പോയം സെക്ഷനിൽ യൂണിറ്റ് 3 ഡെറക് വാൾക്കോട്ടാണ് ഇനിയുള്ളത്. അദ്ദേഹത്തിൻ്റെ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക, അതേപോലെ നെയിംസ്, ഈ 2 പോയംസുമാണ് നമ്മൾ ഇവിടെ നറേറ്റ് ചെയ്ത് കണ്ട് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഏകദേശ കണ്ടന്റ് എന്താണെന്നുള്ളത് പറയുന്നത്. ആദ്യം നമുക്ക് ഡെറക് വാൾക്കോട്ടിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം. അദ്ദേഹം ഒരു കരീബിയൻ ഐലൻഡിലെ സെൻറ്റ് ലൂസിയ എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ, കരീബിയൻ സീയിലെ സെൻറ്റ് ലൂസിയ എന്ന് പറയുന്ന ഐലൻഡിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കരീബിയൻ ലിറ്ററേച്ചറിനെ കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. കരീബിയൻ ലിറ്ററേച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ച്. അതായത് ഈ പറയുന്ന പോലെ വെസ്റ്റ് ഇൻഡീസിന് സറൗണ്ട് ചെയ്ത് കിടക്കുന്ന കരീബിയൻ സീ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ കരീബിയൻ ലിറ്ററേച്ചർ വരുന്നത്. അപ്പോൾ സെൻറ്റ് ലൂസിയ എന്ന് പറയുന്ന ഐലൻഡിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സ്ഡ് കൾച്ചറാണ്. കൊളോണൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെ ഒത്തിരി പേര്, യൂറോപ്യൻസ് ആണെങ്കിലും ആഫ്രിക്കൻസ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയും ഹെറ്ററോജീനിറ്റിയും ഒക്കെ ഉള്ളൊരു മണ്ണാണ് അവിടെ. ഒരു കൾച്ചറൽ പ്ലൂരാലിറ്റിയാണ് അവിടുത്തെ ഒരു റീജിയണിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ബൈലിംഗ്വൽ പേഴ്സൺ ആണ്. അദ്ദേഹം ഒരു ഹാഫ് ആഫ്രിക്കൻ ആൻഡ് ഹാഫ് യൂറോപ്യൻ ആണ്. ഈ പറയുന്ന ഡെറക് വാൾക്കോട്ട് എന്ന് പറയുന്നത് 1930 2017 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാന്. 1992 അദ്ദേഹത്തിന് ഒമേറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പോയമിന് അദ്ദേഹം നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സിവിൽ സെർവൻറ്റും ഒരു പോയറ്റൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മദറിൻ്റെ ഒരു സൂപ്പർവിഷനിലാണ് അദ്ദേഹം ഒരു കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന് ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് പോയം എന്ന് പറയുന്നത് ഇൻ എ ഗ്രീൻ നൈറ്റ് ആണ്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ഡ്രാമാറ്റിസ്റ്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ അതേപോലെ പറഞ്ഞ പോയം എഴുതുമ്പോഴേ പെയിൻറ്റർ കൂടിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അദ്ദേഹം പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പോയമിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പെയിൻറ്റിങ് നിർത്തി. അദ്ദേഹത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് എപ്പോഴും അതേപോലെ കരീബിയൻ എക്സ്പീരിയൻസസ്, കൊളോണിയലിസം, അതേപോലെ കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഈ ഒക്കെ കാര്യങ്ങളിലാണ് അദ്ദേഹം എപ്പോഴും കൺസേൺ ആയിട്ടുണ്ടായിരുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു കൊളോണൈസേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആ ഒരു നാടിൻ്റെ ഒരു ട്രഡീഷന്, അതേപോലെ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഹെറിഡിറ്റി എല്ലാം അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പുതിയൊരു എങ്ങനെയായാലും പിടിച്ചടക്കാൻ വരുന്നവർ അവരുടെ ലാംഗ്വേജും അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ആ ഒരു കൾച്ചറും ഒക്കെ അവിടെ ഉള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കെനിയൻ നോവൽ നമ്മളങ്ങനെ പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച്. അപ്പോൾ അതേപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ സംഭവിക്കുന്നത് അതാണ്. അത് പിന്നീട് ഒരു യൂറോപ്യൻ കൾച്ചർ അവിടെ ആയി മാറി വരുന്നത് ഈ ഒരു കൊളോണൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ സ്വന്തം ആ ഒരു ട്രഡീഷൻസും സംഭവങ്ങളൊക്കെ നശിച്ചു പോകുന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെയധികം കൺസേൺഡ് ആയിരുന്നു. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയംസിൻ്റെ തീംസ് എന്ന് പറയുന്നത് ഈ ഒരു റാഷണലിസം, അതേപോലെ കൊളോണൈസേഷൻ, കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഈ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന് പറയുന്നത് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് കൾച്ചറിനെയൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നു, അതേപോലെ കൊളോണിയൽ ഐഡിയോളജിയൊക്കെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ഐറോണിക്കലി ആണ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള, നമുക്ക് ഐറോണിക്കലി നമുക്കറിയാം ഡബിൾ മീനിങ് ആണ് ഉണ്ടാവുക. അതായത് നമ്മളുടെ ഒരു കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യമായിരിക്കും ആ ഒരു പോയിറ്റ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഐറോണിക്കലി അദ്ദേഹം ബ്രിട്ടീഷ് കൾച്ചറിനെയും കൊളോണിയൽ ഐഡിയോളജിയൊക്കെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ പോസ്റ്റ് കൊളോണിയൽ പോയട്രിയാണ് ഈ ഒരു ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന് പറയുന്നത്. ഈ ഒരു പോയം കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് മോമോ അപ്രൈസിങ് ആണ്. മോമോ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു വാർ നടക്കുകയാണ്. കെനിയൻ ട്രൈബ്സും യൂറോപ്യൻ സെറ്റിലേഴ്സും തമ്മിലുള്ള ഒരു വാറാണ് അവിടെ നടക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ 2 ലക്ഷത്തോളം കൂടുതൽ ആളുകൾ മരിച്ച ഒരു സിവിൽ വാറായിരുന്നു സ്പെയിൻ. ദ വേ സ്പെയിൻ വാസിൽ നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത ആ ഒരു സ്പാനിഷ് സിവിൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹം ആ സ്പാനിഷ് സിവിൽ വാറിനെയും ഈ പറയുന്ന മോമോ അപ്രൈസിങ്ങിനെയും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് കെനിയയിലെ ഒരു ലാർജ് ട്രൈബ്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രൈബ് എത്നിക് ഗ്രൂപ്പാണ് കിക്വ എന്ന് പറയുന്നത്. ഈ കിക്വയും പിന്നെ അതേപോലെ അവിടെയുള്ള വൈറ്റ്സും ബ്രിട്ടീഷ് യൂറോപ്യൻ വൈറ്റ്സും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് തന്നെ അവിടെ ഒരുപാട് പേര്, 2 കൂട്ടരും, അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ ഭാഗം നിൽക്കുന്നില്ല, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിന്നിരുന്നത്. അദ്ദേഹം ഒരു ഞാൻ പറഞ്ഞില്ല ഹാഫ് ആഫ്രിക്കനും ഹാഫ് യൂറോപ്യനും ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു ബൈലിംഗ്വൽ കൾച്ചറൽ ഉള്ള ആളായിരുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാളുടെ ഭാഗം നിൽക്കുന്നൊന്നുമില്ല. പക്ഷെ അവിടെ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന ആ ഒരു ആൻസിസ്ട്രൽ ഹെറിഡിറ്റിയും അവരുടെ ഒരു കൾച്ചറും ട്രഡീഷൻസും ഒക്കെ ഇല്ലാതായി എന്നുള്ള ഒരു വേദനയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അതേപോലെ തന്നെ ഈ മോമോ മൂവ്മെന്റ് അവിടെ സംഭവിക്കുന്നത്, ഈ മോമോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവിടെ കുറച്ച് റെബലിയൻസ്, അതായത് ഈ ഒരു കിക്വ എന്ന് പറയുന്ന ട്രൈബ്സിന്റെ ഇടയിലുള്ള കുറച്ച് റെബലിയൻസ് ആണ് മോമോ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പിന്നെ രൂപപ്പെടുത്തുകയും അവര് അവിടെയുള്ള വൈറ്റ്സുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും അങ്ങനെ 2 കൂട്ടരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ ആകെക്കൂടി ഡെഡ് ബോഡീസ്, അതേപോലെ രക്തം കുടിക്കാൻ വരുന്ന ഫ്ലൈസ് ഒക്കെ വരികയും, അതായത് ആ ഒരു നാട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ബിഫോർ ബാറ്റിൽ അവിടെ ഒരു സ്വർഗം പോലെയാണ് അവർ ജീവിച്ചിരുന്നതെന്നും ഇന്ന് ഹ്യൂമാനിറ്റി ഡിസ്ട്രക്റ്റഡ് ആയി, പരസ്പരം ആർക്കൊരു സ്നേഹവും ഇതൊന്നുമില്ല, എല്ലാവരും പരസ്പരം തമ്മിലടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 50,000-ഓളം ആളുകൾ മരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പണ്ട് ഫുഡിന് വേണ്ടിയിട്ടാണ് അവർ വേട്ടയാടിയിരുന്നത്. മനുഷ്യന് ഈ വേട്ടയാടുക എന്ന് പറയുന്ന സ്കില്ല് തന്നത് അവനവൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇന്ന് ജനങ്ങൾ പരസ്പരം ആരവിടെ ആധിപത്യം സ്ഥാപിക്കണം, ഞങ്ങളാണ് ഇവിടെ കൂടുതൽ ശക്തി ഉള്ള ആൾക്കാരെ എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യന്റെ വേട്ടയാടൽ എന്നുള്ള പറയുന്ന സ്കില്ല് ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പരസ്പരം അനിമൽസിനെ പോലെ അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നെ വൈറ്റ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹം പറയുന്നുണ്ട്. വൈറ്റ്സിന് എന്ന് പറയുന്നത് അവർക്കൊരിക്കലും പീസിലൂടെ ഒരിക്കലും സമാധാനം കിട്ടില്ല, അവരെപ്പോഴും ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ പതനത്തിലൂടെ മാത്രം സമാധാനം കണ്ടെത്തുന്നവരാണ് വൈറ്റ്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മോമോ കലാപോ സ്പാനിഷ് സിവിൽ വാറും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ സൂപ്പർമാനും ഗറില്ലയും തമ്മിലുള്ളതാണ് യുദ്ധം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സൂപ്പർമാൻ എന്ന് പറയുന്നത് വൈറ്റ്സും ഗറില്ലാസ് എന്ന് പറയുന്നത് ഈ ട്രൈബ്സും ആണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം ഈ 2 പേരുടെയും പിന്നെ നിലപാടുകളിൽ അദ്ദേഹം വളരെയധികം അൺഹാപ്പി ആണ് എന്നുള്ളതാണ്. അപ്പോൾ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയമായ നെയിംസിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും ഒരു തീം എക്സ്പ്ലോർ ചെയ്യുന്നത് ഐഡൻറ്റിറ്റി, ഹിസ്റ്ററി. മറ്റേത് മോമോ എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു എങ്കിൽ ഇവിടെ തീമായിട്ട് വരുന്നത് ഐഡൻറ്റിറ്റി, ഹിസ്റ്ററി, ലെഗസി ഓഫ് കൊളോണലിസം ഒക്കെയാണ് കേട്ടോ. അദ്ദേഹം ഒരു ഇവാക്വേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിൽ അദ്ദേഹം നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ അദ്ദേഹം കോംപ്ലക്സിറ്റീസ് ഓഫ് പേഴ്സണൽ ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി അവിടെ പറയുന്നുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും ഒരു അവിടെയുള്ള ആൾക്കാരുടെ മേൽ മറ്റൊരു പീപ്പിൾ വന്നുകൊണ്ട് ആദ്യത്തെ സ്ഥാപിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ കൾച്ചറും അവരുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റിയും ഒക്കെ ഇല്ലാതാവുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നെയിംസ് ആൻഡ് നെയിം എന്നുള്ള പ്രത്യേകം വരാനുള്ള കാരണം എങ്ങനെയാണ് നെയിംസും അതേപോലെ നെയിമിങ് പ്രാക്ടീസസും ഒക്കെ ഒരു നമ്മുടെ കൾച്ചറിനെയൊക്കെ ഷേപ്പ് ചെയ്തിരുന്നു അദ്ദേഹം പറയുന്നത്. അതായത് ഈ പറയുന്ന കൊളോണിയൽ പീപ്പിൾ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവിധ സാധനങ്ങളുടെയും ഇപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഓരോ ഇപ്പോൾ ലാൻഡ്സ്കേപ്പിൻ്റെ അതേപോലെ എല്ലാത്തിൻ്റെയും നെയിം മാറ്റി. അപ്പം അത് ഭയങ്കര ഒരു അതോടുകൂടി ആ ഒരു
ഓർമ്മകളിൽ പോലും ആ ഒരു കൾച്ചറും അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു മെമ്മറീസ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇനി പുതിയ വരുന്ന തലമുറ എങ്ങനെയാണ് പുതിയ പേരിലൂടെയാണ് അവിടെ അത് മനസ്സിലാക്കുക. അപ്പോൾ എന്തായി, ആ ഒരു രാജ്യത്തിൻ്റെ ഒരു തനതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു, അവരുടെ ഹിസ്റ്റോറിക്കൽ ഐഡന്റിറ്റിക്ക് അവിടെ കോട്ടം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പറയുന്നത്. അതേപോലെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മെഡിറ്റേഷൻ ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് നെയിംസിന് മെഡിറ്റേഷൻ കൊടുത്തിട്ടുകൊണ്ടാണ്. അതേപോലെ അദ്ദേഹം എംഫസൈസ് ചെയ്യുകയാണ് എങ്ങനെയാണ് നെയിംസ് ഹിസ്റ്ററീസും മെമ്മറീസും ഒക്കെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ പിന്നെ നെയിമിങ് എന്ന് പറയുന്ന ആ ഒരു ആക്ട് ഒരു എന്താണ്, naming is a portrait naming the act of naming is portrayed as a powerful tool that defines and shapes our existence എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ കൊളോണിയൽ ഹിസ്റ്ററി, അതേപോലെ കരീബിയൻ ഹിസ്റ്ററി ഒക്കെ പിന്നെ റിഫ്ലക്റ്റ് ചെയ്തിരുന്ന നെയിമൊക്കെ ഇവർ റീനെയിം ചെയ്യുന്നതോടുകൂടി അതൊരു യൂറോപ്യൻ കൾച്ചറിലുള്ള നെയിമുകളാണ് അവർ റീനെയിം ചെയ്തത്. അപ്പോൾ അതൊക്കെ അവിടെ നഷ്ടപ്പെടുകയാണ്. അതിനെയൊക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു റീനെയിമിങ് പ്ലേസസ്, പീപ്പിൾ എല്ലാത്തിനെയും റീനെയിമിങ് ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസിനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ നാച്ചറിനെയും കൾച്ചറിനെയും ഒക്കെ ഡിമിനിഷ് ചെയ്യുന്ന ഒരു പ്രാക്ടീസായിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നത്. പിന്നെ അപ്പോൾ ആ ഒരു പോയം മെയിൻലി എക്സ്പ്ലോർ ചെയ്യുന്നത് ദ ഇമ്പാക്റ്റ് ഓഫ് കൊളോണലിസം ഓൺ പേഴ്സണൽ ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി. മനസ്സിലായില്ലേ? അതിനെയാണ് മെയിനായിട്ടും ഈ പോയത്തിൽ അദ്ദേഹം എംഫസൈസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എഴുതേണ്ട ഒരു പോയിന്റാണിത്. ദ പോയം മെയിൻലി എക്സ്പ്ലോർസ് ദ ഇമ്പാക്റ്റ് ഓഫ് കൊളോണലിസം ഓൺ പേഴ്സണൽ ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ പോയം എന്ന് പറയുന്നത് സീ ഗ്രേപ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷനിൽ നിന്ന് എടുത്തതാണ്. പിന്നെ അതേപോലെ ഇറ്റ് ആൾസോ കൺവേസ് ദ ഡയസ്പോറിക് ആങ്സിറ്റീസ് ഓഫ് കരീബിയൻ ഐലൻഡേഴ്സ്. അതേപോലെ വാൾക്കോട് എംഫസൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റിമെമ്പറിങ് ആൻഡ് ഹോണറിങ് ആൻസിസ്ട്രൽ നെയിംസ് ആൻഡ് ട്രഡീഷൻസ്. അപ്പോൾ ആ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് ട്രഡീഷണലായിട്ട് നമുക്ക് കിട്ടിയ ആ ഒരു പേര് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൾച്ചറൊക്കെ ഓർമ്മിക്കപ്പെടേണ്ടതിൻ്റെയും അതേപോലെ ബഹുമാനിക്കപ്പെടേണ്ടതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അദ്ദേഹം ഇതിൽ ഊന്നിങ്ങാണ്ട് പറയുന്നത് കേട്ടോ. അതേപോലെ മെമ്മറി, ആ ഒരു എന്താണ് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ ആ ഒരു മെമ്മറിയും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് ആ ഒരു പേരിലൂടെയാണ്. അപ്പോൾ പേരിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് റീനെയിം ചെയ്യുന്നതോടുകൂടി തന്നെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി തന്നെ അവിടെ തുടച്ചു നീക്കപ്പെടുകയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൺസേൺ ആണ് അദ്ദേഹം ഇതിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതാണ് നെയിംസും എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്കയും. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷനും കൂടിയുണ്ട്, ഒരു പിന്നെ പോയറ്റിൻ്റെ സെക്ഷനും കൂടിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോഗ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടോ. ഞാൻ ഒറ്റ സ്ട്രക്ചറിൽ അങ്ങോട്ട് എടുത്തു പോകുന്നതാണ്. അപ്പോൾ എത്രത്തോളം മനസ്സിലാവേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം.